ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോണത്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് താരസ്ഥായി. താരസ്ഥായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മധ്യസ്ഥായിലാണ് നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആകാരം, ഇകാരം, ഉകാരം എല്ലാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിക്കാം. അപ്പോൾ എന്നാലാണ് നമ്മുടെ ഗമകളൊക്കെ ശരിയാവുള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെ പാടി പഠിക്കുക. ഇന്ന് നമ്മൾ താരസ്ഥായിയാണ് പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മന്ത്രസ്ഥായി പഠിക്കും. താരസ്ഥായി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, താരസ്ഥായി നമ്മൾ മേൽസ്ഥായി എന്നും പറയും. താരസ്ഥായി, മേൽസ്ഥായി എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയാം, ഉയർന്ന ഗതിയിൽ പാടുന്നതിനെ പറയുന്നതാണ് താരസ്ഥായി. അപ്പോൾ ഇതങ്ങനെയാണ്, നമ്മൾ ഉയർന്ന ഗതിയിലാണ് പാടി പഠിക്കാൻ പോകുന്നത്. മൂക്കിലെന്തിരിക്കണോ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഓക്കെ. അത് കഴിഞ്ഞിട്ട് മന്ത്രസ്ഥായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്രസ്ഥായി എന്നല്ലേ? അതെ, മന്ത്രസ്ഥായി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീഴ്ക്കാലത്തിൽ എന്ന് വെച്ചാൽ ഫുൾ ബേസായിട്ട് അങ്ങനെ പാടുന്നതിന് മന്ത്രസ്ഥായി എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന ടൈമിൽ മന്ത്രസ്ഥായിന് ഞാൻ മദ്രസ്ഥായി എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ നല്ല സെറ്റായിരുന്നു. പക്ഷെ മന്ത്രസ്ഥായിൽ പോയി മദ്രസ്ഥായി എന്നൊക്കെ പറഞ്ഞു. തെറ്റ് നമ്മൾ പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അയ്യോ, എന്തൊക്കെയല്ലേ. അപ്പം നമുക്കത് പാടാം. താരസ്ഥായി പാടാം. അപ്പം എങ്ങനെയാണ്? ഉയർന്ന ഗതിയിൽ പാടുന്നതിന് പറയുന്നത് താരസ്ഥായി. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ശ്രുതി പിടിച്ചോ. സ പ സ പ സ. ഓക്കെ, അപ്പം നമുക്ക് പാടാം. ആദ്യ താളം തെറ്റിക്കരുത് എന്നോട്. സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ സ ധ നി സ രി ഗ രി സ രി സ രി സ നി ധ പ മ പ ധ നി സ രി സ സ രി സ സ രി സ നി ധ പ മ പ ധ നി സ രി സ നി ധ പ സ നി ധ പ മ ഗ രി സ
സരി ഗ മ പ ധ ni sa 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 ധ ni sa ri g ma g ri sa ni sa ni da pa ma pa ധ ni sa ri g ri sa ri sa ri sa ni da pa ma pa ധ ni sa ri sa sa ri sa sa ni sa ni dha pa ma pa ധ ni sa ri sa ni dha pa sa ni dha pa ma ga ri sa sa ri ga ma pa dha ni sa 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 ധ ni sa ri ga ma pa ma ga ri sa ni da pa ma pa ധ ni sa ri ga ma ga ri sa ri sa ni da pa ma pa ധ ni sa ri ga ri sa ri sa ri sa ni da pa ma pa ധ ni sa ri sa sa ni sa sa ni sa ni dha pa ma pa ധ ni sa ri sa ni dha pa sa ni dha pa ma ga ri sa. അപ്പോൾ ഓക്കെ, അപ്പോൾ താരസ്ഥായി നമ്മൾ പാടി. അപ്പോൾ ഇത് 2 കാലത്തിന് നിങ്ങൾ പാടി പഠിക്കണം. 1-ാം കാലത്തിലും 2-ാം കാലത്തിലും പാടി പഠിക്കണം. അകാരത്തിലും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പിന്നെ എല്ലാം ശരിയാവും. അപ്പം അങ്ങനെ ഭയങ്കര പിച്ചിൽ പാടിയിട്ട് ഇതിപ്പോൾ ജി ഷാർപ്പ്. പിന്നെ നിങ്ങൾ ബുക്കുകളൊന്നും മേടിക്കാത്തൊരു കർണാടക സംഗീതം ബുക്ക് മേടിക്കുക. അപ്പോൾ അത് നോക്കി ഞങ്ങൾക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ എൻ്റെ ഞാൻ 3-ാം ക്ലാസ്സിലെങ്ങാണ്ട് 3 വയസ്സിലെങ്ങാണ്ട് മേടിച്ചതാണെന്ന് തോന്നണം ബുക്ക്. എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഇങ്ങനെ പഞ്ചാണ്ടിയായി. അപ്പോൾ മൊത്തം പോയി കിടക്കാം ഈ ബുക്ക്. എന്നാലും ഞാനിത് കൊണ്ടുനടക്കണ്ട, എൻ്റെ സ്വത്താണിത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നല്ലോണം പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മന്ത്രസ്ഥായി പഠിക്കും. ഓക്കെ, ബൈ ഗൈസ്.